കഷ്ടതയിൽ കൂടിയിരിപ്പാൻ വേറെയാരുള്ളൂ, എന്നേശുവെ പോൽ കൂടിയിരിപ്പാൻ വേറെയാരുള്ളൂ, എന്നേശുവെ പോൽ കൂടിയിരിപ്പാൻ വേറെയാരുള്ളൂ. യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ പ്രിയപ്പെട്ട എല്ലാ മാന്യ സഹോദരങ്ങൾക്കും സ്നേഹവന്ദനം. ഈ സന്ധ്യയെടുക്കുന്ന സമയം അല്പസമയം സുവിശേഷത്തെ കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും നമുക്കെല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമാണ്. കഴിഞ്ഞ നാളുകളിൽ ഈ പ്രദേശങ്ങളിൽ സുവിശേഷത്തെ കേൾക്കുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ള ധാരാളം പേർ ഈ ദേശത്തുണ്ട്. അവരെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ നൽകിയ എല്ലാ പ്രോത്സാഹനങ്ങൾക്കും പ്രാർത്ഥനകൾക്കും അംഗീകാരത്തിനും പ്രാരംഭമായി തന്നെ നന്ദി അറിയിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് ലോകമെല്ലായിടവും എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം എത്തിയിരിക്കുന്നത്. മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റുള്ള എല്ലാ ലഹരി പദാർത്ഥങ്ങൾക്കും അടിമകളായിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയെ നമുക്ക് എവിടെയും കാണുവാൻ സാധിക്കുന്നു. അക്രമങ്ങളും അനീതികളും കൊലപാതകങ്ങളും സ്വയമരണങ്ങളും ഒക്കെ ലോകത്തിൽ ഒരു പുതിയ കാര്യമല്ല. ഏറ്റവും വലിയ വിപത്തിന്റെ ഒരു കാലഘട്ടത്തിൽ കൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അധികം കണ്ടുപിടുത്തങ്ങളും പുതിയ പുതിയ സയൻസിന്റെ നേട്ടങ്ങളൊക്കെ കൈവരിച്ചു എന്ന് അവകാശപ്പെടുന്ന നമ്മൾക്ക് പല മൂല്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തിരിച്ചറിവ് ലഭിക്കേണ്ട ഒരു കാലയളവിലാണ് നാം എത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അന്ത്യകാലത്ത് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തിരുവചനം പറയുന്നുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന്റെ ലക്ഷണങ്ങളുള്ള ബന്ധത്തിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് തെളിയിക്കുന്ന അനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും താൻ ചെയ്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. കുരുടർക്ക് കാഴ്ച നൽകി, മറ്റ് പല വ്യാധികളാൽ രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്കൊക്കെയും സൗഖ്യം കൊടുത്തു. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഒക്കെ ചെയ്ത് ദൈവപുത്രനാണ് തെളിയിക്കുന്ന അടയാളങ്ങൾ സ്പഷ്ടമായി കർത്താവ് ചെയ്തെടുത്തു. അറിയാം, ആദ്യമായി താൻ നിർവഹിച്ച അടയാളം കനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അത്ഭുതം ചെയ്ത് അത് വീഞ്ഞുണ്ടാക്കുന്ന അത്ഭുതമാണ് ആദ്യത്തെ അത്ഭുതം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തിയെ പ്രതികരിക്കുന്ന ഒരു അത്ഭുതമായിരുന്നു അത് അവിടെ ആ കല്യാണ വീട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടിരുന്ന 6 കൽപാത്രങ്ങളുണ്ടായിരുന്നു. പുറംപറമ്പിലായിരുന്ന കൽപാത്രങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് അകത്ത് കൊണ്ടുവന്ന് വെള്ളം നിറയ്ക്കുവാൻ കർത്താവ് ശിഷ്യന്മാർക്ക്, അവിടെ ഉണ്ടായിരുന്നവർക്ക് നിർദ്ദേശം കൊടുക്കുവാനിടയായി തീർന്നു. അങ്ങനെ അവരത് അനുസരിച്ചപ്പോൾ കർത്താവ് വലിയ വാക്കുകളൊന്നും പറയുന്നില്ല. നിങ്ങൾ കോരിക്കൊണ്ടുപോയി കൊടുക്കുവീനെന്നുള്ള ഒരൊറ്റ വാക്കിൽ അവിടെ അത്ഭുതം സംഭവിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയുടെ വലിയൊരു ഉദാഹരണമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് ഈ വീഞ്ഞ് എന്തിനെ പ്രതികരിക്കുന്നു? ഈ വീഞ്ഞ് സന്തോഷത്തെ പ്രതികരിക്കുന്നു. ഈ വീഞ്ഞ് രൂപാന്തരെ അതിന്റെ മഹിമയെ ഉൾക്കൊള്ളുന്ന അനവധി കാര്യങ്ങൾ ആ വീഞ്ഞിൽ കാണുവാൻ കഴിയും. നാം ചിന്തിക്കുന്നത് ലഹരി പഠിപ്പിക്കുന്ന ഒന്നാണെന്ന്. അങ്ങനെയല്ല. ഇത് ലഹരിയല്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിന് രൂപാന്തരം സംഭവിക്കുന്ന അനുഭവത്തിൽ കൂടെ നാം കടന്നു പോകണം. കുറച്ചു സമയം മുൻപ് അത് പച്ചവെള്ളമായിരുന്നു. അതിന് പ്രത്യേകിച്ച് ഗുണമോ രുചിയോ ഒന്നുമില്ലായിരുന്നു. എന്നാൽ കർത്താവിന്റെ വാക്കിങ്കിൽ അത് രൂപാന്തരപ്പെടുകയാണ്. പച്ചവെള്ളത്തിന്റെ പ്രത്യേക ഗുണങ്ങളോ ഒന്നും രുചിയോ അനുഭവേദ്യമല്ലെങ്കിലും അത് കർത്താവിന്റെ വാക്കിനാൽ വീഞ്ഞായി മാറിയപ്പോൾ അത് രുചിയുള്ളതായി മാറി, ഗുണമുള്ളതായി മാറി, ഔഷധം പോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നായി മാറുകയാണ്. പ്രിയമുള്ളവരെ, പുറംപറമ്പിൽ എറിയപ്പെട്ട കൽപാത്രങ്ങൾ ഇപ്പോൾ ആ വീഞ്ഞിന്റെ
ആ വീഞ്ഞു പാത്രങ്ങളായി രൂപാന്തരപ്പെടുകയാണ്. മാത്രമല്ല ആ ഭവനത്തിന്റെ അകത്ത് വന്നിരിക്കുവാനുള്ള ഒരു അവസരം കൂടി അത് ഉണ്ടാവുകയാണ്. പ്രിയമുള്ളവരെ, നമുക്കെയും പുറംപരപ്പിലായിരുന്ന നമ്മെ കർത്താവായ യേശു ക്രിസ്തു ശുദ്ധീകരിച്ച് നല്ല കൽപാത്രങ്ങളാക്കി ദൈവഭവനത്തിന്റെ ഉപകരണങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ കരുണയും സ്നേഹവും എത്ര വലിയതെന്ന് നമുക്ക് ആ ഉദാഹരണത്തിലൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇന്ന് വീഞ്ഞുപാത്രങ്ങൾക്ക് അതിന്റേതായ മഹിമ ലഭിച്ചിരിക്കുകയാണ്. വീഞ്ഞിനെ ഉൾക്കൊള്ളുന്ന പാത്രമായി കഴിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിന്റെ അടുത്ത് വരുന്നവന് ഗുണമുള്ള വ്യക്തികളായി മാറുകയാണ്, രുചിയുള്ളവരായി മാറുകയാണ്. അനേകരെ രുചിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, സമാധാനം നൽകുന്ന, സ്വാതന്ത്ര്യമരുളുന്ന വ്യക്തിത്വങ്ങളാക്കി കർത്താവിന് നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുമെന്നുള്ള കാര്യമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. അങ്ങനെ അവിടെ ആ അത്ഭുതം നിർവഹിച്ച ശേഷം നിരവധി അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാണാതെ പോയതിനെ തിരഞ്ഞ് കണ്ടെത്തുവാൻ വന്നതാണ് മനുഷ്യപുത്രൻ എന്ന് പറയുന്ന ആള്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, കർത്താവിനെ കാണുവാൻ ശ്രമിക്കുന്ന ഒരു സക്കായി എന്ന് പറയുന്ന ഒരു നീളം കുറഞ്ഞ മനുഷ്യനെ നമുക്ക് വേദപുസ്തകത്തിൽ പരിചയപ്പെടുവാൻ സാധിക്കുന്നുണ്ട്. നിരവധി അത്ഭുതങ്ങൾ നടത്തുന്നതായി കർത്താവിനെ കുറിച്ച് കേട്ടുകഴിഞ്ഞപ്പോൾ സഖായി എന്ന് പറയുന്ന ആ പുരുഷന് യേശുവിനെ കാണുവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയാണ്. അങ്ങനെ യേശു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന യെരിഹോ എന്ന് പറയുന്ന ഒരു പ്രദേശത്തു കൂടി താനും കാണുവാനായി കടന്നു ചെല്ലുകയാണ്. അങ്ങനെ അവിടെ കടന്നു ചെന്നപ്പോൾ താൻ യേശുവിനെ കാണുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വലിയൊരു പുരുഷാര നിമിത്തം തനിക്ക് കാണാൻ കഴിയുന്നില്ല. മാത്രമല്ല, താൻ ആളിൽ കുടിയവനായതുകൊണ്ട് തനിക്കൊട്ടും കർത്താവിനെ കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ താൻ നിരാശപ്പെട്ടില്ല. അതിനുള്ള വഴി താൻ കണ്ടെത്തുകയാണ്. അവൻ ചുറ്റുപാട് നോക്കിയപ്പോൾ ഒരു കാട്ടത്തി വൃക്ഷം അവിടെ നിൽക്കുന്നതായി കണ്ടു. ആ ദൂരെ നിൽക്കുന്ന കാട്ടത്തി വൃക്ഷത്തിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് താൻ മുന്നോട്ട് പോകുകയാണ്. ആ കാട്ടത്തിയുടെ മുകളിൽ വളരെ ബന്ധപ്പെട്ട് വലിഞ്ഞു കയറി യേശുവിനെ കാണുവാനുള്ള താല്പര്യത്തോടുകൂടി താൻ നോക്കുമ്പോൾ യേശു അതുവഴി കടന്നു വരാൻ പോകുകയാണ്. ധാരാളം പുരുഷാരമുണ്ട്. എങ്ങനെയെങ്കിലും തന്റെ മുഖമൊന്ന് തന്റെ ദൃഷ്ടിയിൽ പെട്ടാൽ മതിയെന്നുള്ള ആഗ്രഹത്തോടെ താൻ ആകാംക്ഷയോടെ അതിന്റെ മുകളിൽ ഇരിക്കുകയാണ്. യേശു നിമിഷം കഴിയുമ്പോൾ ആ കാട്ടത്തി വൃക്ഷത്തിന് അരികെ എത്തുവാൻ പോവുകയാണ്. അതുവഴി കടന്നു പോകാൻ പോവുകയാണ്. തന്റെ ഉള്ളിൽ സന്തോഷം വർദ്ധിച്ചു വരികയാണ്. എന്നാൽ താനൊരിക്കലും വിചാരിച്ചിട്ടില്ലാത്ത ഒരു അത്ഭുത കാര്യം, ഒരു അപ്രതീക്ഷിതമായ ഒരു കാര്യം സംഗതി അവിടെ നടക്കുകയാണ്. ആ കാട്ടത്തിയുടെ അരികിലെത്തിയ ശേഷം കർത്താവ് മുകളിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, സഖായിയെ, നീ ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ വസിക്കേണ്ടതാകുന്നു. എന്തെന്നില്ലാത്ത അളവില്ലാത്ത സന്തോഷത്തോടെ സഖായി ബന്ധപ്പെട്ട് വീണ്ടും ഇറങ്ങി വരികയാണ്. ആ ഇറങ്ങി വന്ന സഖായി ആ മരത്തിന്റെ അടുത്ത് വന്നിരിക്കുന്ന കർത്താവിനെ സന്തോഷപൂർവ്വം കൈക്കൊണ്ടു, പ്രിയപൂർവ്വം കൈക്കൊണ്ടു. അന്ന് കർത്താവ് പറഞ്ഞു, വരിക, ഇന്ന് ഞാൻ നിന്റെ ഭവനത്തിൽ പാർക്കേണ്ടതാകുന്നു. അതിനേറെ സന്തോഷിച്ചുകൊണ്ട് ആ സഖായി കർത്താവും തന്റെ ഒപ്പമുണ്ടായിരുന്ന ശിഷ്യന്മാരോടൊത്ത് ഭവനത്തിലേക്ക് പോകുകയാണ്. പോകുന്ന വഴി ധാരാളം പേർ അതിനെക്കുറിച്ച് വളരെയധികം കുറ്റങ്ങൾ പറയുന്നുണ്ട്. ഇതാ പാപിയായ ഒരു മനുഷ്യനോടൊത്ത് യേശു പാർക്കാൻ പോകുകയാണ്. ഇത്രയും വലിയ മഹിമകളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്ന യേശുവിനെ അറിഞ്ഞുകൂടെ ഇവനൊരു പാപിയായ മനുഷ്യനാണ് എന്ന് ഒക്കെ ജനം പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് സഖായി ജനങ്ങളോടൊന്നും മറുത്ത് അത് പ്രതികരിക്കുവാൻ പോയില്ല. പകരം യേശുവിനോട് താനൊരു വാക്ക് പറയുകയാണ്, കർത്താവേ, ഇന്ന് വരെ ഞാൻ ആരെങ്കിലും സ്വത്ത് അനധികൃതമായി നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 മടങ്ങ് ഞാൻ മടക്കി കൊടുക്കാൻ പോകുകയാണ്. എന്റെ സ്വത്തിന്റെ പകുതി ഭാഗം ഞാൻ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ പോകുകയാണ്. പ്രിയമുള്ളവരെ, യഥാർത്ഥമായ മാനസാന്തരം ആ സഖായുടെ ജീവിതത്തിൽ വന്നിട്ട് പാപബോധത്തോടും പശ്ചാത്താപത്തോടും കൂടി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പറയുന്ന വാക്കുകളാണ് നാം കേട്ടത്. അപ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന്, സഖായുടെ ഭവനത്തിന് രക്ഷ വന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് യേശു പറയാനിടയായി തീർന്നത്. പ്രിയമുള്ളവരെ, നമ്മെ ലോകം എത്ര മോശമായി ചിത്രീകരിച്ചാലും, നമ്മെ തള്ളിക്കളഞ്ഞാലും, നമ്മെ അപവാദങ്ങൾ പറഞ്ഞാലും,
യേശു നമ്മെ ന്യായീകരിക്കുകയാണെങ്കിൽ, നീതീകരിക്കുകയാണെങ്കിൽ, ശുദ്ധീകരിക്കുകയാണെങ്കിൽ ആർക്കും ഒരു അപവാദം പറയുവാൻ കഴിയുകയില്ല. ഇന്നലെ വരെ പാപിയായിരുന്ന മനുഷ്യൻ ഇന്ന് കർത്താവിന്റെ വാക്കുകൊണ്ട് ശുദ്ധീകരണം പ്രാപിച്ച് ഇത് അബ്രഹാമിന്റെ മകനായി തീരുകയാണ്. അങ്ങനെ തന്റെ മാനസാന്തരവും പാപബോധവും കർത്താവ് സ്വീകരിച്ചു. താൻ ഒരു പുതിയ സൃഷ്ടിയായി തീരുകയാണ്. ഒരു പുതിയ അനുഭവത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഇനി ഒരിക്കലും പാപം ചെയ്യാത്ത, പിടിച്ചു പറിക്കാത്ത, അനീതിയിലൂടെ പണം സമ്പാദിക്കുവാൻ ഒരിക്കലും മുതിരാത്ത ഒരു പുതിയ സൃഷ്ടിയായി തീരുകയാണ് ഈ സഖായി എന്ന് പറയുന്ന മനുഷ്യൻ. പ്രിയമുള്ളവരെ, യഥാർത്ഥ മാനസാന്തരം എന്ന് പറയുന്നതാണ്. വചനം പറയുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. നിങ്ങൾക്ക് മാറുവാനും മാറ്റങ്ങൾ വരുത്തുവാനുള്ള സമയം ഇതാണ്. നമുക്കറിയാം, നാളെ എന്ന് പറയുന്ന ദിവസം നമുക്കില്ല. ഇപ്പോഴാകുന്നു ആ സന്ദർഭം എന്ന് നമ്മൾ വിളിച്ചറിയിച്ചുകൊണ്ട് എല്ലായിടത്തുമുള്ള എല്ലാവർക്കും മാനസാന്തരത്തിനുള്ള അവസരങ്ങൾ ദൈവജനം ഒരുക്കി കൊടുക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിന്റെ രക്ഷകനെന്ന് അത് ലോകം അറിയത്തക്ക വിധത്തിൽ നിരവധി അത്ഭുതങ്ങൾ കർത്താവ് ഇതുപോലെ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ എരിഹോയിൽ നടന്ന മറ്റൊരു അത്ഭുതം നമുക്കറിയാം. അത് രണ്ട് അന്ധന്മാർ അതുവഴി കടന്നുപോയപ്പോൾ, നസറേയനായ യേശുവേ, എന്നോട് കരുണ തോന്നണമേ, എനിക്ക് കാഴ്ച ലഭിക്കണമേ എന്ന് അവൻ നിലവിളിച്ചപ്പോൾ അദ്ദേഹത്തിനോടൊപ്പമുള്ള ശിഷ്യന്മാർ തടസ്സമായി നിന്ന് അവനെ ശാസിച്ചെങ്കിലും അവന്റെ നിലവിളി ഉച്ചത്തിലായി തീരുകയും വലിയ ഉച്ചത്തിൽ കർത്താവിനോട് കരഞ്ഞ്, കർത്താവെ, എനിക്ക് സൗഖ്യം തരണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ കർത്താവ് നിൽക്കുകയും ശിഷ്യന്മാരെ കൊണ്ട് തന്നെ വിളിപ്പിച്ച് സൗഖ്യം കൊടുക്കുന്നതുമായ ഒരു ഭാഗം നമുക്കറിയാം. അങ്ങനെ വർദ്ധനായുടെ അത്യാകാംക്ഷയും ആഗ്രഹവും ദൈവം സാധിപ്പിച്ചു. ആ തന്റെ വാക്കിനാൽ തന്റെ കണ്ണുകൾക്ക് സൗഖ്യമുണ്ടായി. പൂർണ്ണ ആരോഗ്യം പ്രാപിച്ച ആ മനുഷ്യൻ കർത്താവിനെ സാക്ഷ്യം വഹിക്കുന്ന ഒരു ദൈവഭക്തനായി രൂപാന്തരപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെ നിരവധി രൂപാന്തരങ്ങൾ, മാറ്റങ്ങൾ തരുവാൻ കഴിവുള്ള ക്രിസ്തു ഇന്നും നമ്മെ വിളിക്കുകയാണ്. മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക, നിനക്ക് അസാധ്യമായതിനെ ഞാൻ സാധ്യമാക്കി തീർക്കാം എന്ന് കർത്താവ് പറയുകയാണ്. നമുക്കറിയാം, ലോകത്തിൽ ആർക്കും മനുഷ്യ സ്വഭാവത്തെ പരിവർത്തനം ചെയ്യുവാൻ കഴിയുകയില്ല. എന്നാൽ കർത്താവിന്റെ വചനങ്ങൾക്ക്, രക്തത്തിന്, ആത്മാവിനെ നമ്മെ ശുദ്ധീകരിച്ച് നമ്മെ പുതിയ സൃഷ്ടിയാക്കി തീർക്കുവാൻ കഴിയുമെന്ന് വചനം പറയുന്നു. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത്. അപ്പോൾ ഈ പുതിയ സൃഷ്ടിയാകുവാനും മാനസാന്തരം പ്രാപിക്കുവാനും ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാലയളവിലാണ് ഇന്ന് നാം എത്തിയിരിക്കുന്നത്. അത് നമ്മുടെ പുതിയ തലമുറകളെ ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അത് ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയും വചന ശുശ്രൂഷകളുമൊക്കെ ആവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എത്തിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നാം ഇനി അമാന്തിച്ചാൽ നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും കൈവിട്ടുപോയെന്ന ഏറ്റവും വലിയ ലാഭത്തിന്റെ നിലയിലെത്തിച്ചേരും. നമുക്കറിയാം, അമേരിക്കയിലെ ചില സ്ഥലങ്ങളിൽ വലിയ കൊടിയ വിപത്തിലൂടെ ജനം കടന്നുപോവുകയാണ്. എന്തെന്ന് ചോദിച്ചാൽ, അവർ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയായി തീർന്ന തെരുവുകളിൽ കിടന്ന് ലക്കില്ലാതെ ലെവലില്ലാതെ നമ്മുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച കാണുകയാണ്. അങ്ങനെയുള്ള ഒരു സംസ്കാരം നമ്മുടെ രാജ്യത്തുണ്ടാകാതിരിക്കുവാൻ, നമ്മുടെ സംസ്ഥാനത്തുണ്ടാകാതിരിക്കുവാൻ കണ്ണുനീരോടും വിലാപത്തോടും പശ്ചാത്താപത്തോടും കൂടി കരയേണ്ട ഒരു സന്ദർഭമാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഇത്രയും പോലീസും സന്നാഹങ്ങളും ഒക്കെ രാജ്യസുരക്ഷാ സംഗതിയിൽ ഉണ്ടായിട്ടും ഈ ലഹരി പദാർത്ഥങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുന്നത് വലിയൊരു സംഗതി തന്നെയാണ്. ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സമയത്തെ നാം കൈകാര്യം ചെയ്യേണ്ടത് പ്രാർത്ഥനയോടും കണ്ണുനീരോടും അത് ദൈവവചന ശുശ്രൂഷയോടും കൂടിയാണ്. ദൈവവചനങ്ങൾ പലയിടത്ത് നിന്ന് പല പ്രസംഗിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഹൃദയത്തെ അത് സ്പർശിക്കുകയും മാറ്റങ്ങളിലേക്ക് വഴിതെളിക്കുവാൻ ഇത് കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവകൃപയുടെ ദൈവചൈതന്യത്തിന്റെ വചനങ്ങൾ കേൾക്കുക, പ്രാർത്ഥിക്കുക, അത് ഉൾക്കൊള്ളുക. അങ്ങനെ കാലഘട്ടത്തിന്റെ പരിവർത്തനത്തിനായി നാം പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും മാറ്റങ്ങൾക്ക് വഴിതെളിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം
ഭൂമിമേൽ ഉണ്ടാകുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ആ യേശു ക്രിസ്തു ഓരോരുത്തരെയും വിളിക്കുകയാണ്. മകനെ, മകളെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് വന്നിരിക്കുവാനും നിങ്ങളെ സമൂലമായി പരിവർത്തനത്തിലേക്ക് നയിക്കുവാനും എനിക്ക് കഴിയുമെന്നുള്ളതാണ് സുവിശേഷത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത്. ആയിരക്കണക്കിന് ആൾക്കാർ, ലക്ഷോപലക്ഷം ആൾക്കാർ, ലോകത്തിന് തലവേദനയായി തീരേണ്ടിയിരുന്ന അനേക ഭാവികൾ, അനേക മദ്യപാന്മാർ, അനേക ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്ന അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുതുജീവിതം നയിക്കുന്ന അനേക സാക്ഷ്യങ്ങൾ നമുക്ക് ചുറ്റും മനസ്സിലാക്കുവാൻ കഴിയും. ഈ പച്ചവെള്ളത്തെ രൂപാന്തരപ്പെടുത്തി വീഞ്ഞാക്കി മാറ്റിയതുപോലെ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നതാണ് ദൈവവചനം എന്ന് പറയുന്നത്. അങ്ങനെ രൂപാന്തരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആത്മാക്കളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവചൈതന്യത്തിന്റെ വചനമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പകൽ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും മുഖി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നുണ്ട്. നമുക്ക് ശുദ്ധീകരണം പ്രാപിക്കാതെ ദൈവമുഖത്തെ കാണുവാൻ സാധ്യമല്ലെന്ന് വചനം പറയുന്നു. ശുദ്ധീകരണം പ്രാപിക്കുവാൻ ദൈവം വെച്ചിട്ടുള്ള രണ്ട് വഴികളാണ്. ഒന്ന്, ദൈവവചനം കേൾക്കുക. രണ്ട്, യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുക എന്നുള്ളത്. അത് പാപക്കാരികളെ കഴുകിക്കളയുവാൻ മനുഷ്യബുദ്ധിക്കോ മറ്റ് വസ്തുക്കൾക്കോ കഴിയാതിരിക്കുമ്പോൾ യേശുക്രിസ്തു പറയുന്നു, മകനെ, മകളെ, നിന്റെ പാപക്കറകളെ കഴുകുവാൻ വേണ്ടി 2024 വർഷം മുൻപ് ഞാൻ കാൽവരിയിൽ നിനക്ക് വേണ്ടി യാഗമായി തീർന്നു. ഓരോ പാപികൾക്കും വേണ്ടി, ഓരോ മനുഷ്യർക്കും വേണ്ടി സ്വന്തം ജീവനെ നൽകിക്കൊണ്ട് സ്നേഹത്തെ പ്രകടമാക്കിയ യേശുക്രിസ്തു ഇന്നും മധ്യസ്ഥനായി നിലകൊള്ളുകയാണ്. സകല മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരം വരുത്തിയ ശേഷം ഇന്ന് സ്വർഗ്ഗോന്നതങ്ങളിൽ ഇരുന്നുകൊണ്ട് സകല മനുഷ്യർക്കും വേണ്ടി മധ്യസ്ഥ അടയ്ക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു ദിവസം കർത്താവ് രാജാവായി ഈ ലോകത്തിൽ വരുമെന്നുള്ള സന്ദേശത്തോടെയാണ് ദൈവവചനം നമുക്ക് പ്രോത്സാഹനം നൽകുന്നത്. ഇതാ, ഞാൻ വേഗം വരും, ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലവും പ്രതികാരവും എന്റെ പക്കലുണ്ടെന്നാണ് തിരുവചനം പറയുന്നത്. ദൈവത്തെ കാത്തിരിക്കുന്നവർക്കും സ്നേഹിക്കുന്നവർക്കുള്ള പ്രതിഫലവും, എന്നാൽ തന്നെ തിരസ്കരിക്കുകയും അനീതിയോടെ അക്രമത്തോടെ ജീവിക്കുന്ന സകല ദുഷ്ടതലമുറക്കുമുള്ള അതേ ഒരു പ്രതികാരവുമായി ക്രിസ്തു വരുന്നു എന്നുള്ള സന്ദേശമാണ് വചനം പറയുന്നത്. ആകയാൽ പ്രിയമുള്ളവരെ, നാം ഉണർന്ന് ഉത്സാഹത്തോടെ കർത്താവിനെ സ്വീകരിക്കുവാനുള്ള ഒരു താല്പര്യം ഇന്ന് നമ്മുടെ ഹൃദയത്തിലുണ്ടോ എന്ന് കർത്താവ് ചോദിക്കുകയാണ്. അത് നമുക്കറിയാം. കർത്താവിന്റെ വരവെങ്കിൽ സുഖാന്തിയോടെ ഇരിക്കുന്ന കന്യകമാരെയാണ് ചേർക്കുവാൻ കർത്താവ് വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉറങ്ങിയും അലസതയോടും അത് ഈ ലോകത്തിന്റെ മറ്റ് പല വ്യവഹാരങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് സമയം ചെലവഴിക്കുന്നവരെ ചേർക്കുവാനല്ല, കർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുങ്ങിയും ദൈവജനത്തെ ഉൾക്കൊണ്ടും ജീവിക്കുന്ന ഒരു ഭക്തന്മാരെ ചേർക്കുവാൻ കർത്താവിത വേഗം വരാൻ പോകുകയാണ്. വാനവേഗത്തിൽ മെഹാരുടനായി വേഗം പ്രത്യക്ഷപ്പെടുവാൻ പോകുന്ന ആ കർത്താവിനെ സ്വീകരിക്കുവാൻ നിങ്ങൾ ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് വചനം നമ്മോട് എന്നും ചോദിക്കുന്നത്. ആകയാൽ പ്രിയമുള്ളവരെ, നമുക്ക് രൂപാന്തരപ്പെടുവാനുള്ള ഒരു അത്യാകാംക്ഷ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. ഇതിൽ സംഭവിക്കുന്ന ഒന്നും യാദൃശ്യങ്ങളല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും യാദൃശ്യങ്ങളല്ല, ദൈവത്തിന്റെ പദ്ധതിയിലും പ്ലാനിലും പെട്ട പരിപാടി തന്നെയാണ്. നമുക്കറിയാം, യാദൃശ്യമായി ഒരിക്കൽ കർത്താവ് ശമരിയക്കാരത്തി എന്ന് പറയുന്ന സ്ത്രീ വെള്ളം കോരുവാൻ വന്ന കിണറിന്റെ ആ പക്കത്ത് വന്ന് തന്നോട് സംസാരിക്കുവാനിടയായി തീർന്നു. എന്നാൽ കർത്താവ് ദാഹജലം ചോദിക്കുമ്പോൾ അവൾ പറയുന്നൊരു വാക്കുണ്ട്, നീ ഒരു യഹൂദനായിരിക്കെ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എങ്ങനെ? നമുക്കറിയാം, ശമരിയക്കാരും യഹൂദന്മാരും തമ്മിൽ സമ്പർക്കമില്ല. അവർ തമ്മിൽ അതേ വിരോധത്തിലാണ്, അല്ലെങ്കിൽ അവർ തമ്മിൽ
യഥാർത്ഥമായ ഒരു ബന്ധത്തിലല്ലാത്ത സ്ഥിതിവിശേഷ കാലയളവിലാണ് കർത്താവ് സംസാരിക്കുന്നത്. എന്നാൽ കർത്താവ് പറഞ്ഞു, നിന്നോട് ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നിനക്കൊരിക്കലും ദാഹിക്കുവാൻ സാധിക്കാത്ത ജീവനുള്ള ജലം നിനക്ക് വേണ്ടി തരുമായിരുന്നു. അപ്പോൾ പറയാണ്, യജമാനനെ ആ ജലം എനിക്ക് തരണമേ എന്ന് അപേക്ഷിക്കുവാനിടയായി തീർന്നു. നോക്കൂ, ഒറ്റ നോട്ടത്തിൽ യേശു ക്രിസ്തുവിനെ കാണുന്നവർ പറയും, ഇവനൊരു യഹൂദനാണ്, ഇവനൊരു ഇസ്രായേലിനാണ്, ഇവൻ ഒരു മനുഷ്യനാണ്. എന്നാൽ അല്പം കൂടെ സംഭാഷണം നടത്തി എന്നപ്പോൾ സമയക്കാരത്തി പറയുകയാണ്, യജമാനനെ ഇവരിൽ അതിനേക്കാൾ ഒരു അധ്യാപകൻ എന്ന ഗുണമുണ്ടെന്ന് മനസ്സിലാക്കിയവൾ പറയുകയാണ്, യജമാനനെ നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അവൻ പറയുകയാണ്, അതെ, ഞാൻ ആ ജലം നിനക്ക് തരാം, പക്ഷേ നീ നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക. അവൾ പറയുകയാണ്, എനിക്ക് ഭർത്താവില്ല. യേശു പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവരും അതെ നിന്റെ ഭർത്താവല്ല. ആ രഹസ്യം യേശു വെളിപ്പെടുത്തുമ്പോൾ താൻ പറയുന്ന മൂന്നാമത്തെ ഒരു പദമുണ്ട്, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. പ്രിയമുള്ളവര്, യേശുവിനോട് അല്പമായി അടുത്ത് വരുമ്പോൾ മാത്രമേ അവന്റെ സവിശേഷതകളെ, അവന്റെ മൂല്യങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ. ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു ആരായിരിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ആത്മാവ് ഇവിടെ ഉന്നയിക്കുന്നത്. ഒരു കേവലം യഹൂദനായിട്ടാണോ നീ യേശുവിനെ കാണുന്നത്, അതോ ഒരു യജമാനൻ, ഒരു അധ്യാപകൻ എന്നുള്ള, അല്ലെങ്കിൽ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു ഗുരു എന്നുള്ള നിലയെ നീ കർത്താവിന് കൊടുത്തിട്ടുള്ളൂ, അതോ അല്പം കൂടെ വന്ന ശേഷം യേശുവിനെ അറിഞ്ഞിട്ടുള്ളതിന് ശേഷം നീ ഒരു പ്രവാചകനായിട്ടാണോ കാണുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉരുത്തിരിയുവാനിടയായിത്തീരും. അങ്ങനെ വിവിധങ്ങളായ ചോദ്യങ്ങൾ ഈ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പിന്നീട് യേശുക്രിസ്തു ഈ സമര്യാസിയിലുള്ള സംഭാഷണത്തിൽ ആരാധനക്രമത്തെക്കുറിച്ചുള്ള ഒരു വിഷയം അവിടെ വരികയാണ്. ഈ കിണർ ഞങ്ങളുടെ പിതാക്കന്മാർ പിടിച്ചതാണെന്നും അത് ഇവിടെ ആരാധിച്ചു എന്നൊക്കെയുള്ള ചരിത്രങ്ങൾ താൻ പ്രസ്താവിക്കുമ്പോൾ യേശു പറയുന്നൊരു കാര്യമുണ്ട്, ഇവിടെയല്ല യഥാർത്ഥത്തിലുള്ള ആരാധന എന്ന് പറയുന്നത്. സത്യദൈവത്തെ ആരാധിക്കുന്ന, അത് സത്യ നമസ്കാരികൾ വരുവാൻ പോകുന്ന ഒരു കാലഘട്ടം വരാൻ പോകുന്നു. ഈ മലകളിലോ ഈ വസ്തുക്കളെ കണ്ടുള്ള ആരാധനയല്ല, യഥാർത്ഥത്തിൽ ദൈവപുത്രനായ ക്രിസ്തുവിനെ ആത്മാവിൽ ആരാധിക്കുന്ന ഒരു സമൂഹം ആവിർഭവിക്കുവാൻ പോകുന്നു എന്നുള്ള ഒരു പ്രവചന സന്ദേശം ഈ ശമരിയ സ്ത്രീയെ അറിയിച്ചുകൊണ്ടാണ് കർത്താവ് അവിടെ നിൽക്കുന്നത്. എന്നാൽ ആ മെസ്സിയുടെ വരവിനെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും ഒക്കെ കർത്താവ് പറയുമ്പോൾ അവൾ പറയുന്നൊരു കാര്യമുണ്ട്, അതേ കർത്താവ് അല്ലെങ്കിൽ മെസ്സിഹ എന്ന് പറയുന്ന ഒരാൾ വരുമ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരുമെന്ന് ഞങ്ങൾ ഗ്രന്ഥങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോഴാണ് യേശുക്രിസ്തു വെളിപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്, നീ അന്വേഷിക്കുന്ന, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് യഥാർത്ഥത്തിൽ ആ മെസ്സിഹ എന്ന കാര്യം പറയുമ്പോൾ അവൾ സന്തോഷത്താൽ അവിടെ ആഹ്ലാദിച്ചുകൊണ്ട് അവൾ ആ സാക്ഷ്യത്തെ മറ്റ് ലോകത്തോട് വിളിച്ചറിയുവാൻ വേണ്ടി പുറപ്പെടുകയാണ്. തന്റെ സമീപത്തുള്ള ഒരു പട്ടണത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ ചെന്ന് അവൾ വിളിച്ചു പറയുകയാണ്, ഞാൻ സാക്ഷാൽ ദൈവപുത്രനായ മെസ്സിയെ കണ്ടിരിക്കുന്നു, പ്രിയമുള്ളവരെ നിങ്ങളും വന്ന് കാണുവീൻ എന്നുള്ള സന്ദേശം ആ പട്ടണങ്ങളിലൊക്കെ പ്രചരിപ്പിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ആ ശമര്യാസിയുടെ സന്ദേശം കേട്ടുകൊണ്ട് അനേകർ പട്ടണങ്ങളിൽ നിന്നും കടന്നു വന്നു. ആ പട്ടണത്തിൽ പാർക്കുവാനായിട്ട് അവരോട് അപേക്ഷിക്കുകയും ചെയ്തു. 2 ദിവസം ആ പട്ടണത്തിൽ പാർത്ത് വ്യാധികളും രോഗങ്ങളും അനവധി പ്രതിസന്ധികളും അഭിമുഖീകരിച്ചുകൊണ്ടിരുന്ന ജനതകൾക്ക് ആശ്വാസം കൊടുത്തുകൊണ്ട്, അവർക്ക് വിടുതൽ കൊടുത്തുകൊണ്ട് യേശു ആ പട്ടണത്തിൽ ശുശ്രൂഷിപ്പാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, നാം കാണുന്നൊരു കാര്യമുണ്ട്, യേശു ക്രിസ്തു സകല മനുഷ്യരുടെ രക്ഷകനായ ദൈവപുത്രനായ കർത്താവ് എന്നുള്ളതായ കാര്യം. യേശു ക്രിസ്തുവിന് അസാധ്യമായ ഒരു കാര്യവുമില്ലെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഏതുവിധ ഭാവത്തെയും രോഗത്തെയും ശാപത്തെയും നീക്കിക്കൊണ്ട് ഒരു പുതിയ സൃഷ്ടിയായി, ഒരു പുതിയ വ്യക്തിത്വമായി നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ യേശുക്രിസ്തുവിന്റെ വചനങ്ങൾക്ക് കഴിയും. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പൊക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമെന്ന് വചനം പറയുമ്പോൾ
നമ്മുടെ ശുദ്ധീകരണത്തിനായി കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്ന വേദികളാണ് സുവിശേഷ പ്രഘോഷണ വേദികൾ എന്ന് പറയുന്നത്. യേശുക്രിസ്തുവിന്റെ വചനം കേൾക്കുമ്പോൾ ആ വചനത്താലുള്ള ശുദ്ധീകരണം നമുക്ക് ലഭിക്കുന്നു, വചനത്താലുള്ള രൂപാന്തരം നമുക്കുണ്ടാകുന്നു, മാറ്റങ്ങൾക്ക് വിധേയനാക്കുവാൻ ദൈവം നമുക്ക് അവസരം തരികയാണ്. ഇന്ന് പകൽ നാം ഓർക്കണം, ആ ദൈവത്തിനായ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വരും, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, പിതാവിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ വാസസ്ഥലത്ത് അനേകം അത് വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളുമെന്നുള്ള സന്ദേശം. അതുകൊണ്ട് ആ പ്രത്യാശയുടെ ആ കിരണങ്ങൾ നൽകുന്ന ദൈവജനങ്ങൾ ധ്യാനിക്കുമ്പോൾ, അതേറ്റ് പറയുമ്പോൾ നാം ഓർത്തുകൊള്ളണം, നാം അനാഥരല്ല, നമുക്കൊരു നാഥനുണ്ട്. നമ്മെ വീണ്ടെടുപ്പുകാരനായ, നമുക്ക് സൗഖ്യം നൽകുന്ന, നമുക്ക് സമാധാനം നൽകുന്ന, സമാധാനത്തിന്റെ പ്രഭുവായിരിക്കുന്ന അതേ സകല ദുഷ്ടതയും പിശാചിന്റെ ആഞ്ജനെയും ജയിച്ചുയർത്തനായ ക്രിസ്തു യേശുവിന്റെ ആ മുഖം നമുക്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുമെന്നുള്ള ഒരു വലിയ സന്ദേശം നാം കേൾക്കുമ്പോൾ പ്രിയമുള്ളവരെ, അത്യാകാംക്ഷപൂർവ്വം അവന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം എന്ന് തിരുവചനം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം, മകനെ വരിക, ഇന്നാകുന്നു നിന്റെ ജീവിതത്തിൽ രക്ഷകനെ കണ്ടുമുട്ടുന്ന ദിവസം. നാളെ ആകട്ടെ എന്ന് വിചാരിക്കുവാൻ നമ്മുടെ പക്കൽ സമയമില്ല. മരണം ഏതു സമയം നമ്മെ പിടികൂടും. അതേ മരണത്താൽ നാം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ദൈവത്തിനായ കർത്താവിനെ രക്ഷകരായി ഹൃദയത്തിൽ അംഗീകരിക്കുവാൻ കഴിയാതെ പോകും. പ്രിയമുള്ളവരെ, ആകിയാൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നാം ശുദ്ധീകരണം പ്രാപിച്ച് പുതിയ വ്യക്തിത്വങ്ങളായി തീർന്ന് നമുക്ക് ക്രിസ്തുവിന്റെ അനുരൂപരായി തീരുവാൻ കഴിയും. ക്രിസ്തുവിന്റെ തേജസ്സുള്ള മഹിമയുള്ള വ്യക്തിത്വങ്ങളായി ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് രൂപാന്തരപ്പെടുവാൻ സാധിക്കുന്നു. ആകിയാൽ ഇന്ന് പകൽ ആ വചനം നമ്മെ കഴുകുമ്പോൾ, നമ്മെ ശുദ്ധീകരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, എനിക്ക് അങ്ങനെ ശുദ്ധീകരണം ആവശ്യമുണ്ട്, വചനത്തിലൂടെയുള്ള കഴുകൽ ആവശ്യമുണ്ട്, എനിക്ക് പുതിയ സൃഷ്ടിയാകണം എന്ന തീരുമാനത്തിൽ ആയിരിക്കുന്ന ഏതൊരുവരെയും പുതു സൃഷ്ടിയാക്കുന്ന ദൈവജനം പറയുന്നു. അത് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയിരിക്കുന്നു എന്ന്. ഒരിക്കൽ ലോകം ഇനി നിങ്ങളെ കണ്ടിട്ടില്ലാത്ത വിധം ആള് മാറിയവരെ പോലെ രൂപാന്തരപ്പെടുത്തുന്ന വ്യക്തിത്വമായി നിങ്ങളെ രൂപാന്തരപ്പെടുത്തുകയാണ്. നിങ്ങൾ പാപം ചെയ്തിട്ടില്ലാത്ത വ്യക്തിയെ പോലെ നിങ്ങളെ നീതീകരിച്ച് വിശുദ്ധീകരിച്ച് പുതിയ സൃഷ്ടിയാക്കി തീർക്കുന്ന അനുഭവത്തിലൂടെ നയിക്കുന്ന ഒരു പ്രോസസിംഗിലൂടെ നിങ്ങളെ കടത്തിവിടുന്ന അനുഭവമാണ് സുവിശേഷീകരണം എന്ന് പറയുന്നത്. ആകയാൽ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ആ ക്രിസ്തു നിങ്ങൾക്കാരായിരിക്കുന്നു. അവൻ കേവലം ഒരു യഹൂദനായിരുന്നാൽ അത് സാധ്യമല്ല, അവൻ കേവലം ഒരു യജമാനനായിരുന്നാൽ അത് സാധ്യമല്ല, അവൻ കേവലം പ്രവാചകനായിരുന്നാലും സാധ്യമല്ല. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്ന മെശിഹ എന്ന് വിശ്വസിക്കുന്നവർക്കുള്ളതാണ് ഈ പദവി എന്ന് പറയുന്നത്, ഈ പുതിയ അനുഭവം എന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം ദൈവം വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഇന്നും ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വചനം പറയുന്നു, പ്രൈസ് ദി ലോർഡ്, അതെ, നിങ്ങളെ പുതുതാക്കി തീർക്കുന്ന എന്റെ രക്ഷയുടെ കവാടം ഞാൻ തുറന്നിരിക്കുന്ന ആ രക്ഷയുടെ പെട്ടകം തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. നോഹയുടെ ദൈവം പറഞ്ഞു, ഒരു പെട്ടകം പണിയുക, വലിയ മഴയും വലിയ ഒരു വിപത്ത് വരുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകാൻ പോകുന്നു. അത് നോഹ അത് അനുസരിച്ച് ഒരു പെട്ടകം പണിതു. അനേകരോട് ഞാൻ പ്രസംഗിച്ചു, ഇതാ വലിയ ജലപ്രളയം ഉണ്ടാകാൻ പോകുന്നു, എല്ലാവരും വന്ന് ഈ പെട്ടകത്തിൽ പ്രവേശിക്കുകയും. എന്നാൽ അന്ന് വരെ മഴ കണ്ടിട്ടില്ലാത്ത ജനം പറഞ്ഞു, കളിതമാശയായി കണ്ടു, ഒരിക്കലും അത് സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നോഹയുടെ നിർദ്ദേശത്തെ പുച്ഛിച്ച് തള്ളിക്കളയുവാനിടയായിട്ടോ. എന്നാൽ എന്താണ് അനന്തരമായി സംഭവിക്കുന്നത്? ദൈവം പറഞ്ഞതുപോലെ തന്നെ 40 രാവും 40 പകലും വലിയ പേമാരി, വലിയ മഴ പെയ്ത് ദേശത്ത് വെള്ളം പൊങ്ങുവാനിടയായി തീർന്നു. എന്നാൽ മോശയും കുടുംബവും ദൈവം കൊടുത്ത നിർദ്ദേശപ്രകാരം അതിനകത്ത് പ്രവേശിക്കുകയും ആ ജലത്തിൽ ഉയർന്നു മുങ്ങിക്കിടന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്തു. അനാരത്വം പറയുന്ന ഒരു പർവ്വതത്തിൽ അവസാന ദിവസം അത് ഉറയ്ക്കുന്നതായി നാം കാണുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ഇതാകുന്നു രക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെട്ടകം, ക്രിസ്തുവാകുന്ന പെട്ടകത്തെ തുറന്നിട്ടിരിക്കുകയാണ്. അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമകനാകുവാനും ദൈവമകളുമാകുവാനും ഉള്ള അവസരമാണ് തിരുവചനം നമുക്ക് തരുന്നത്. ഇന്ന് പകൽ ആരൊക്കെ ദൈവപുത്രനാകുവാൻ, ദൈവമകളാകുവാൻ, ദൈവമകനാകുവാൻ ആഗ്രഹിക്കുന്നുവോ അവരോട് കർത്താവ് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ വെള്ളത്തിൽ കൂടെ നടന്നാൽ വെള്ളം നിന്നെ മുക്കിക്കളയില്ല, തീയിൽ കൂടെ നടന്നാൽ നിന്റെ കാൽ വെന്തു പോകുകയില്ല. പിടിപ്പാനും രക്ഷിപ്പാനും
ഞാൻ നിന്നോട് കൂടെയുള്ളത് കൊണ്ട് നീ നല്ല ഉറപ്പും ധൈര്യമുള്ളവരായിരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനെ ശക്തീകരിക്കുന്ന ബലപ്പെടുത്തുന്ന ദൈവത്തിനായ കർത്താവിന്റെ ശബ്ദമാണ് ഇന്ന് പകൽ നിങ്ങൾ കേൾക്കുന്നത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. കാരണം മഹാരാജാവായി യേശു വീണ്ടും എഴുന്നള്ളുവാൻ പോകുന്നു. വാനമേഘത്തിൽ അവൻ വരുവാൻ പോകുന്നു എന്നുള്ള സന്ദേശമാണ് ഈ സുവിശേഷ പ്രഘോഷണങ്ങളിലെല്ലാം വിളിച്ചു പറയുന്നത്. ആകയാൽ ഒരുങ്ങിക്കൊള്ളുക, ആ രാജാതിരാജാവിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങിവീരെന്നുള്ള സന്ദേശം മാനവരാശിക്ക് വിളംബരം ചെല്ലുമ്പോൾ ഇത് തമാശയായി കരുതരുത്. പ്രിയമുള്ളവരെ, ആ രാജാവിനെ എഴുന്നള്ളുവാൻ ഹൃദയത്തിൽ ഭക്തിപൂർവം ഭയത്തോടെ ഒരുങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത്. ഇന്ന് മുതൽ ആ കർത്താവിന്റെ ശബ്ദം നീ കേൾക്കുന്നെങ്കിൽ ഹൃദയം കഠിനപ്പെടുത്താതെ ആ ശബ്ദത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ഇനി പ്രത്യേകമായ ആചാരങ്ങളോ ചടങ്ങുകളോ ഒന്നുമില്ല. ഈ ദൈവജനം കേൾക്കുമ്പോൾ നിന്റെ ഹൃദയത്തിൽ നീ പ്രാർത്ഥനാപൂർവം ഏറ്റെടുക്കുകയേ ചെയ്യേണ്ടതുള്ളൂ. കർത്താവായ യേശുവേ, ഞാൻ അങ്ങയുടെ രക്ഷകനാഥനുമായി സ്വീകരിക്കുന്നു. ഈ ലോകം ഏറ്റവും വലിയ വിപത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ വിപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കർത്താവെ എന്നോട് കൃപ തോന്നണമേ. ഞാനൊരു പാപിയാണെന്നും എന്റെ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളുണ്ടെന്നും ഞാൻ സമ്മതിക്കുന്നു. എന്റെ പാപക്കറകളെ കഴുകി എന്നെ ശുദ്ധീകരിച്ച് ഒരു പുതിയ സൃഷ്ടിയാക്കണമേ എന്ന് അപേക്ഷിക്കുന്നവർക്ക് ആ പുതിയ സൃഷ്ടിയായി തീരുവാൻ അവസരമുണ്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമകനാകുവാൻ ഉള്ള അവസരം ഇന്ന് ലഭിച്ചിരിക്കുകയാണ്. നിന്റെ ഹൃദയത്തിൽ കൈക്കൊള്ളുക. യേശുവേ, ആത്മീയമായ അങ്ങയുടെ സാന്നിധ്യം ഞാൻ രുചിച്ചറിയുന്നു. അങ്ങയുടെ കൃപകളെ കുറിച്ച് ഞാൻ ധ്യാനിക്കുന്നു. അങ്ങയെ ഞാൻ ഏറ്റുപറയുന്നു. അങ്ങയുടെ ഹൃദയത്തിൽ വന്ന് രാജാവായി വാഴണമേ എന്ന് ഒരു നിമിഷം നീ പ്രാർത്ഥിച്ചാൽ നിന്റെ ഹൃദയത്തിന്റെ നാഥനായി, ജീവിതത്തിന്റെ നാഥനായി, വെളിച്ചമായി, അത് ആ സമാധാന പ്രഭുവായി, വീരനായ ദൈവമായി, നിത്യനായ ദൈവമായി നിന്റെ ഹൃദയത്തിൽ വന്ന് വാഴുവാനിടയായിത്തീരും. ഇനി നിന്നെ ലോകരാഷ്ട്രങ്ങൾക്കോ ലോകശക്തികൾക്കോ പൈശാചിക ഭരണകൂടത്തിനോ തകർക്കുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിന്റെ കാര്യങ്ങളിൽ സുരക്ഷിതനായ ഒരു വ്യക്തിയായി തീരുകയാണ്. ഇന്നുമേൽക്കാൽ ലോകത്തെ എങ്ങും സുരക്ഷയില്ല. ആർക്കും ആരെ രക്ഷിക്കാൻ കഴിയുന്നില്ല. മാതാപിതാക്കൾക്ക് മക്കളെ രക്ഷിക്കാൻ കഴിയുന്നില്ല. പോലീസ് അരാഭവങ്ങൾക്ക് രാജ്യത്തെ അത് നേരെ നടത്തുവാൻ കഴിയുന്നില്ല. അധ്യാപകർക്ക് തന്റെ ശിഷ്യന്മാരെ ശരിയാവണ്ണം നയിക്കുവാൻ കഴിയുന്നില്ല. അങ്ങനെ ലോകത്തെ എല്ലാ രീതിയിലും നിയന്ത്രണം വിട്ട ഒരു കാലയളവ് വന്നെത്തിയിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, സകലത്തെയും സൃഷ്ടിച്ച നാഥനായ യേശു ക്രിസ്തുവിനെ നോക്കി വിളിക്കുക എന്നുള്ളതാണ് സകലത്തിനുമുള്ള പോംവഴി എന്ന് പറയുന്നത്. അവന് സാധ്യമായിട്ട് ഒന്നുമില്ല. സ്നേഹത്തിന്റെ രൂപമായിരിക്കുന്ന, സമാധാനത്തിന്റെ പ്രഭുവായിരിക്കുന്ന, കരുണാവസനായിരിക്കുന്ന ക്രിസ്തുയേശുവിന്റെ സ്നേഹം നിന്നെ തലോടുവാനും മാറോടണയ്ക്കുവാനും ആഗ്രഹിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇന്ന് പകൽ ആ ശബ്ദത്തിങ്കിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, എനിക്ക് അങ്ങേ ആവശ്യമുണ്ട്. എന്നെ അങ്ങ് സമാധാനത്തിൽ നടത്തണമേ. ലോകത്തിൽ ഒരു സമാധാനമില്ല. മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾക്കും അടിമയായിക്കൊണ്ടുണ്ട് കൊള്ളയും കൊലപാതകങ്ങളും രാജ്യത്ത് അത് വർദ്ധിച്ചു വരുന്ന ഈ കാലയളവിൽ കർത്താവേ, ഞങ്ങളുടെ തലമുറകളെ നിയന്ത്രിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വലിയൊരു മറുപടി ലഭിക്കുന്ന ഒരു കാലയളവാണ് വരാൻ പോകുന്നത്. പ്രിയമുള്ളവരെ, ഇന്നും അത്ഭുതങ്ങൾ കുറഞ്ഞു പോയിട്ടില്ല. അടയാളങ്ങൾ കഴിഞ്ഞിട്ടില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവശക്തി നമുക്ക് വേണ്ടി പറയുകയാണ്, മകനെ മകളെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ലോകാവസാന നാളോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും. ഇന്ന് മുതൽ വരിക എന്നുള്ള ശബ്ദം നിങ്ങൾ കേൾക്കുന്നെങ്കിൽ ദൈവത്തിനായ ക്രിസ്തുവിന്റെ ശബ്ദത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും ഒരു പുതിയ സൃഷ്ടിയായി തീരുവാനുള്ള ഒരു വലിയ താല്പര്യത്തോടെ വരുന്ന ഏതൊരുവരെയും യേശു ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ലെന്ന് തിരുവചനം പറയുന്നു. പ്രിയമുള്ളവരൊരിക്കലും ഉപേക്ഷിക്കാത്ത, ആ കൈവിടാത്ത ആ സ്നേഹിതൻ ഇന്ന് നമ്മെ വിളിക്കുമ്പോൾ ആ ശബ്ദത്തിങ്കിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുവാനും നമുക്കൊരു പുതിയ സൃഷ്ടിയായി തീരുവാനുമുള്ള ഒരു തീരുമാനമുണ്ടാവുമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മെ കൈവിടുന്ന ദൈവമല്ല, മാറോടണയ്ക്കുന്ന, കരങ്ങളിൽ വഹിക്കുന്ന, ഒരിക്കലും കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകൻ വഹിക്കുന്നത് പോലെ നമ്മെ ചേർത്തുപിടിക്കുകയും നമ്മെ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നല്ല കർത്താവാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ലോകാവസാന നാളോളം എല്ലാ നാളും കൂടിയിരിക്കാമെന്ന്. പ്രിയമുള്ളവരെ, ആകയാൽ നാം കേട്ട ഈ സുവിശേഷ വചനങ്ങൾക്ക് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ,
ഭാവി അങ്ങയുടെ സാന്നിധ്യം ഇത്രയും സമയം അവിടുന്ന് വചനം പ്രസംഗിക്കാൻ തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യും. ദൈവരങ്ങൾ ജനത്തെയും കേട്ടവരെ ദൈവരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ കൊണ്ടിരിക്കും, ദൈവത്തിൻ്റെ ശക്തി വലിയ അത്ഭുതങ്ങൾ ചെയ്യണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. അറിഞ്ഞോ ദൈവ പൈതലിൻ കാവൽക്കാരൻ ആരെന്ന്? നീ അറിഞ്ഞോ ദൈവ പൈതലിൻ കാവൽക്കാരൻ ആരെന്ന്? ഉറങ്ങാത്തവൻ അവൻ മയങ്ങാത്തവൻ, ഉറങ്ങാത്തവൻ അവൻ മയങ്ങാത്തവൻ, യഹൂദ ഗോത്രത്തിൻ സിംഹമായവൻ, യഹൂദ ഗോത്രത്തിൻ സിംഹമായവൻ, രാജാധിരാജൻ അവൻ രാജാധിരാജൻ, രാജാധിരാജൻ യേശു രാജാധിരാജൻ. കരം പിടിച്ചു നടത്തുന്ന കർത്തനാണവൻ, കാലുകളെ വീഴാതെ കാത്തിടുന്നവൻ. കരം പിടിച്ചു നടത്തുന്ന കർത്തനാണവൻ, കാലുകളെ വീഴാതെ കാത്തിടുന്നവൻ. നൽതുണയായി നൽസഖിയായി ഏതു നേരത്തും, നൽതുണയായി നൽസഖിയായി ഏതു നേരത്തും, ചാരയുള്ളവൻ എന്റെ ചാരയുള്ളവൻ,